ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു പായസമാണ് ഉണ്ടാക്കുന്നത്, സേമിയ പായസം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സേമിയ വറുത്ത് വെച്ചിട്ടുണ്ട്, കശുവണ്ടി, മുന്തിരിങ്ങ, ഏലക്ക, ഒരു മിൽക്ക് മേഡ്, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, പാല്. അങ്ങനെ നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാല് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിലോട്ട് പാലൊഴിച്ച് കൊടുക്കാം. കുറച്ച് കൂടുതൽ പായസം ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് പാല് മൊത്തം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ച സേമിയ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ടിങ്ങനെ ഇളക്കണം, ഇല്ലെങ്കിൽ അത് കട്ട പിടിക്കും പെട്ടെന്ന് തന്നെ. നന്നായി ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ സേമിയ പെട്ടെന്ന് കട്ട പിടിക്കും. അങ്ങനെ നമ്മുടെ പായസം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുന്നത് എന്തിനാ വെച്ചാൽ നമ്മുടെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഒരു നുള്ളുപ്പ്. ഇനി ഇതിലേക്ക് നമുക്ക് മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുക്കാം. മിൽക്ക് മേഡ് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പായസം വെറും വെള്ളം പോലെ ഇരിക്കും. അതുകൊണ്ട് മിൽക്ക് മേഡ് ചേർത്ത് അതിന് ശേഷം ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ പായസം ഒന്ന് നന്നായി കുറുകി വരണം. അപ്പം എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ നേരത്തെ എടുത്തു വെച്ച മുന്തിരിയും കശുവണ്ടിയും ഏലക്ക പൊടിച്ചതും ചേർത്ത് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.